കാസർഗോഡ് മേൽപ്പറമ്പിൽ 16 വയസ്സുകാരിയെ 25 വയസ്സുകാരി പീഡിപ്പിച്ചു എന്നുള്ള കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പതിനാറുകാരിയുടെ അമ്മയുടെ സുഹൃത്തായ പ്രതി സ്നേഹ മെർലിൻ 1 വർഷം അവരുടെ വീട്ടിൽ താമസിച്ചു. അതിനിടയ്ക്ക് പലതവണ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. അമ്മ വീട്ടിലുള്ളപ്പോഴും ഈ പീഡനം നടന്നുവെന്നും പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. പെൺകുട്ടിയുടെ അമ്മ ലഹരി വിൽപ്പന കേസിലെ പ്രതിയാണ്. കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട അച്ഛൻ ഇപ്പോൾ ജയിലിലാണ് ഉള്ളത്. ശരത് SS ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശരത്, ഈ 16 വയസ്സുള്ള ഈ കുട്ടി എത്ര വലിയ ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഈ മെർലിൻ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, സ്വന്തം അച്ഛന്റെ ഭാഗത്തു നിന്ന്, അതോടൊപ്പം അമ്മയുടെ എല്ലാ സഹായങ്ങളും ഈ പീഡനത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്ന 25 വയസ്സുകാരി ഇതിന് മുൻപും പോക്സോ കേസിൽ പ്രതിയാണ്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കൊടും കുറ്റവാളിയാണ്. പോലീസ് എന്താണ് പറയുന്നത് ശരത്? ഷിയാസ്, ലഹരി വിൽപ്പന കേസിൽ 16-കാരിയുടെ അമ്മ ജയിലിൽ കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ സ്നേഹ മെർലിനെ പരിചയപ്പെടുന്നത്. കണ്ണൂർ ജയിലിലായിരുന്നു ഇരുവരും ഉണ്ടായിരുന്നത്. സ്നേഹ ആ സമയത്ത് മറ്റൊരു പോക്സോ കേസിലായിരുന്നു ജയിൽവാസം അനുഭവിച്ചത്. പിന്നീട് പുറത്തിറങ്ങിയ ശേഷമാണ് കാസർഗോഡ് മേൽപ്പറമ്പിലുള്ള വീട്ടിലേക്ക് സ്നേഹ മെർലിൻ എത്തുന്നത്. പിന്നീട് 1 വർഷത്തോളം ഇവിടെ താമസിക്കുകയും ചെയ്തു. ഈ 1 വർഷത്തിനിടെ വിവിധ തവണയായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. 16-കാരിയുടെ പിതാവ് പീഡിപ്പിച്ചതിന് കേസിൽ അറസ്റ്റിലായിരുന്നു. അതിന് പിന്നാലെ പെൺകുട്ടിയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി. നീലേശ്വരത്തുള്ള ഇവിടെ വെച്ച് ഇത്തരത്തിൽ കൗൺസിലിംഗ് നടത്തുന്നതിനിടെയാണ് പെൺകുട്ടി സ്നേഹയിൽ നിന്ന് ലൈംഗികമായി പീഡനം നേരിട്ടു എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയത്. നിലവിൽ സ്നേഹ മെർലിൻ ഒളിവിലാണ്. എന്തായാലും പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. മേൽപ്പറമ്പ് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ശരി ശരത്ത്, കൊച്ചുകുട്ടികൾക്ക് നേരെയുള്ള പീഡനമാണ്, അവർക്ക് നേരെയുള്ള പലതരത്തിലുള്ള ഉപദ്രവമാണ്, അവർക്ക് സ്വയം പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത പ്രായത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഈ ക്രൂരതയ്ക്ക് അവരോടൊപ്പം നിൽക്കേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ സർക്കാരിന്റെയൊക്കെ കടമയാണ്, ബാധ്യതയാണ്. അടുത്ത വാർത്തയിലേക്ക്.